There is a little bit of Indian in every Pakistani and a little bit of Pakistani in every Indian. പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ബേനസീർ ഭൂട്ടോയുടെ വാക്കുകളാണിത്. ആരായിരുന്നു ബേനസീർ ഭൂട്ടോ? ഏതെങ്കിലും ഒരു മുസ്ലിം രാജ്യത്ത് പ്രധാനമന്ത്രിയാകുന്ന ആദ്യത്തെ വനിത. പാകിസ്ഥാനിലെ 12ാമത്തെയും 16ാമത്തെയും പ്രധാനമന്ത്രി. ലോകത്തെ ജനപ്രീതിയാർജിച്ച നേതാക്കളിൽ പ്രധാനപ്പെട്ട ഒരാൾ. ഹാർവാർഡ് സർവകലാശാല, സിന്ധ് സർവകലാശാല, ഫിലിപ്പീൻ സർവകലാശാല തുടങ്ങി 9 സർവകലാശാലകളിൽ നിന്ന് ഹോണററി ഡോക്ടറേറ്റുകൾ ലഭിച്ച വനിത. ഇങ്ങനെ വിശേഷണങ്ങൾ ഒരുപാടുണ്ട് ബേനസീർ ഭൂട്ടോക്ക്. 1953 ജൂൺ 21 പാകിസ്ഥാനിലെ കറാച്ചിയിലാണ് ബേനസീർ ഭൂട്ടോ ജനിക്കുന്നത്. മാതാവ് നുസ്രത്ത് ഭൂട്ടോയും പിതാവ് സുൽഫിക്കർ അലി ഭൂട്ടോയും ആയിരുന്നു. പിതാവ് സുൽഫിക്കർ അലി ഭൂട്ടോ പാകിസ്ഥാൻ്റെ 4ാമത്തെ പ്രസിഡൻറ്റും അതുപോലെ 9ാമത്തെ പ്രധാനമന്ത്രിയും ആയിരുന്നു. ബേനസീർ ഭൂട്ടോ തൻ്റെ കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നത് അമേരിക്കയിൽ വെച്ചും ഇംഗ്ലണ്ടിൽ വെച്ചുമായിരുന്നു. ഇങ്ങനെ തൻ്റെ കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം 1977 ബേനസീർ ഭൂട്ടോ പാകിസ്ഥാനിൽ തിരിച്ചെത്തിയ ശേഷം അവർ വിദേശകാര്യ സർവീസിൽ ചേരാനാണ് ആഗ്രഹിച്ചിരുന്നത്. എന്നാൽ അവർ നാട്ടിലെത്തി ആഴ്ചകൾക്കകം ജനറൽ സിയാവുൽ ഹക്കിൻ്റെ നേതൃത്വത്തിലുള്ള പട്ടാള വിഭാഗം പാകിസ്ഥാൻ്റെ അധികാരം പിടിച്ചെടുത്തു. തുടർന്ന് പ്രധാനമന്ത്രിയായിരുന്ന സുൽഫിക്കർ അലി ഭൂട്ടോവിനെ തടവിലാക്കുകയും ചെയ്തു. ജനരോക്ഷമൊന്നും വകവെക്കാതെ 1979 ഏപ്രിലിൽ സുൽഫിക്കർ അലി ഭൂട്ടോവിനെ പട്ടാളം തൂക്കിക്കൊന്നു. സുൽഫിക്കർ അലി ഭൂട്ടോയുടെ മരണത്തോടെ അനാഥമായ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയുടെ സാരഥ്യം ബേനസീർ ഭൂട്ടോ ഏറ്റെടുത്തു. തുടർന്ന് സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ അവരെ സിയാവുൽ ഹക്കിൻ്റെ ഭരണകൂടം 1981 തടവിലാക്കി. 1988 സിയാവുൽ ഹക്ക് വിമാന അപകടത്തിൽ മരണപ്പെട്ടു. ഇതോടെയാണ് ബേനസീർ ഭൂട്ടോയുടെ കഥ മാറി തുടങ്ങുന്നത്. തുടർന്ന് നടന്ന തിരഞ്ഞെടുപ്പിൽ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി വലിയ വിജയം നേടുകയും തുടർന്ന് ബേനസീർ പ്രധാനമന്ത്രി ആവുകയും ചെയ്തു. ബേനസീർ ആദ്യ തവണ പ്രധാനമന്ത്രിയാകുമ്പോൾ അവരുടെ വയസ്സ് വെറും 35 മാത്രമായിരുന്നു. എന്നാൽ പ്രധാനമന്ത്രി പദത്തിൽ കൂടുതൽ കാലം കഴിച്ചുകൂട്ടാൻ ബേനസീർ ഭൂട്ടോക്ക് സാധിച്ചില്ല. 1990 പ്രസിഡന്റ് ബേനസീറിൻ്റെ സർക്കാരിനെ അഴിമതി ആരോപണത്തെ തുടർന്ന് പിരിച്ചുവിട്ടു. പിന്നീട് നടന്ന പൊതു തിരഞ്ഞെടുപ്പിൽ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിക്ക് ഭൂരിപക്ഷമൊന്നും ലഭിച്ചില്ല. അതിനാൽ തന്നെ ബേനസീർ പ്രതിപക്ഷ നേതാവായി. 1993 നവാസ് ഷെരീഫിൻ്റെ സർക്കാരിനെ പുറത്താക്കി. തുടർന്ന് ബേനസീർ വീണ്ടും പ്രധാനമന്ത്രി ആയെങ്കിലും 3 വർഷത്തിന് ശേഷം അഴിമതി ആരോപണത്തെ തുടർന്ന് വീണ്ടും പുറത്താക്കപ്പെട്ടു. 1998 മുതൽ 2007 ഒക്ടോബർ വരെയുള്ള കാലഘട്ടം ദുബായിലാണ് ബേനസീർ ഭൂട്ടോ കഴിച്ചുകൂട്ടിയത്. 2007 ഒക്ടോബർ 18 പ്രസിഡന്റ് അഴിമതി കുറ്റങ്ങൾ പിൻവലിച്ച് മാപ്പ് നൽകിയതിനെ തുടർന്ന് നാട്ടിൽ തിരിച്ചെത്തിയ ബേനസീറിന് നേരെ വധശ്രമം നടന്നു. അതിൽ നിന്നും തലനാരിഴക്കാണ് അവർ രക്ഷപ്പെട്ടത്. ഇതേ തുടർന്ന് തിരഞ്ഞെടുപ്പ് റാലികളിൽ നിന്നും വേഗം തന്നെ പിൻവാങ്ങണമെന്ന് പ്രസിഡന്റ് പർവീസ് മുഷാറഫ് ബേനസീർ ഭൂട്ടോക്ക് നിർദ്ദേശം നൽകി. 2008 തിരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട് റാവൽപിണ്ടിയിലെ ലിയാഖത്ത് പാർക്കിൽ എത്തിയ ബേനസീർ ഭൂട്ടോക്ക് നേരെ തീവ്രവാദികൾ നിറയൊഴിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ ഒരു മനുഷ്യ ബോംബ് പൊട്ടിത്തെറിച്ച് ശക്തമായ സ്ഫോടനവും ഉണ്ടായി. ഇതേ തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റ ബേനസീർ ഭൂട്ടോ 2007 ഡിസംബർ 27 6 മണിയോടുകൂടി